പുണ്യ റമദാനിലെ വിശുദ്ധ ദിനരാത്രങ്ങൾ വിട പറയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. പാപമോചനത്തിന്റെ കണ്ണീർ പ്രാർത്ഥനകളിൽ മുങ്ങി റമദാനിലെ അവസാന ദിനങ്ങളുടെ പുണ്യം തേടുകയാണ് വിശ്വാസികൾ. റമദാന്റെ 27-ാം രാവ് വിശ്വാസികൾക്ക് ഏറെ ശ്രേഷ്ഠവും പവിത്ര നിറഞ്ഞതുമാണ്. സുബൈർ ഉദിനൂർ തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ട് കാണാം. ഇന്ന് പ്രവാസലോകത്തെ മുസ്ലിം വിശ്വാസികൾക്ക് പ്രതീക്ഷയുടെ പുണ്യരാവ്, ഉറക്കമില്ലാത്ത രാത്രി. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് ലോകമെമ്പാടുമുള്ള മുസ്ലിം വിശ്വാസികൾ ഉറക്കമഴിച്ചിരുന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ച് പുണ്യം തേടുന്ന രാത്രിയാണ് റമദാന്റെ 27-ാം രാവ്. റമദാനിലെ അവസാന 10 ഒറ്റ രാവുകളിലാണ് ലൈലത്തുൽ ഖദർ വർഷിക്കുക എന്നതാണ് വിശ്വാസമെങ്കിലും റമദാന്റെ 27-ാം രാവിൽ വിശ്വാസികൾ പ്രാർത്ഥനാ നിർഭരാകും. ലൈലത്തുൽ ഖദർ എന്ന ഈ ഒരു രാവിൽ 1000 മാസത്തെ ആരാധനയുടെ ഫലമാണ് വിശ്വാസികൾക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ഈ രാവിൽ പള്ളിയിൽ ഭജനമിരുന്നും ഖുർആൻ പാരായണം ചെയ്തും നമസ്കാരങ്ങൾ അധികരിപ്പിച്ചും ദാനധർമ്മങ്ങൾ നൽകിയുമെല്ലാം ഈ പുണ്യരാവിനെ ധന്യമാക്കും. ഈ രാവിൽ വാനലോകവാസികളായ മാലാഖമാരും ഭൂമിയിലെത്തുമെന്നാണ് വിശ്വാസം. പുണ്യ റമദാൻ ഇവിടെ പറയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി, പാശ്ചാത്താപത്തിൻ്റെ മനസ്സോടുകൂടി, കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ തെറ്റുകളെ ഓർത്ത് വിതുമ്പുന്ന ഹൃദയത്തോടുകൂടി പ്രപഞ്ചനാഥനായ അള്ളാഹുവിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ ആരാധനകളിൽ ഇബാദത്തുകളിൽ മുഴുകേണ്ട സന്ദർഭങ്ങളാണ്. ഈ റമദാൻ നമ്മുടെ ജീവിതത്തിലെ അവസാന റമദാനാണ് എന്ന് തന്നെ മനസ്സിലാക്കി, ഇനിയൊരു റമദാൻ നമുക്കുണ്ടാവില്ല എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനോട് പാശ്ചാത്തപിച്ച് നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കി പടച്ചതമ്പുരാൻ്റെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കാൻ ധാരാളം ഇബാദത്തുകൾ നമ്മൾ മുഴുകുകയും, പ്രത്യേകിച്ച് 27-ാമത്തെ രാത്രി ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയാണ്. കൂടുതൽ സജീവമായി നമ്മൾ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രാത്രിയിലെ തറാവിഹി നമസ്കാരത്തിലും പാതിരാത്രിയിലെ പ്രത്യേക നമസ്കാരങ്ങളിലും ലക്ഷങ്ങളാണ് പങ്കെടുക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ പിന്നിട്ട ദിനരാത്രങ്ങൾ വിശിഷ്ടം, ഇനി വരാനുള്ളതോ അതിലേറെ വിശിഷ്ടം. കാരണം അത്രമേൽ പുണ്യം പെയ്തിറങ്ങുന്ന രാപ്പകലുകളാണ് വിശ്വാസികളുടെ മുന്നിലേക്ക് എത്തുന്നത്. പള്ളികളും വീടുകളും ഇനി രാവ് പകലാകുന്ന വെളിച്ചമൊഴിയാത്ത ദിനരാത്രങ്ങളുടേതായിരിക്കും. ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളാൽ നാഥനോട് ഏറ്റുപറഞ്ഞ് പാപമോചനവും പരലോകമോക്ഷവും നരകമുക്തിയും സ്വർഗലബ്ധിയും നേടിയെടുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് വിശ്വാസികൾക്ക്. പ്രവാസ ലോകത്തെ ജീവിത തിരക്കുകൾക്കിടയിലും തങ്ങളിലേക്കെത്തിയ ഈ പുണ്യ നിമിഷാർത്ഥങ്ങളെ ആരാധനകൾ കൊണ്ട് പവിത്രധന്യമാക്കുകയാണ് പ്രവാസി വിശ്വാസികളും. സുബൈർ ഉദ്നൂർ, 24 ദമാം.